സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആകുന്നു 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 എന്നുള്ളതിന് എന്ത് വാക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ആകുന്നു 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 എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈസ്, ആറ്, ആ അല്ലെ? ഈസും ആറ്, ഇതിന് മൂന്നിന്റെ അർത്ഥം ആകുന്നു, അതാകുന്നു, ഞാനാകുന്നു അല്ലെ, ഇതാകുന്നു. ആകുന്നു ആകുന്നു എന്ന് പറയുകയാണെങ്കിൽ ഈസ്, ആറ്, ആ. ഇപ്പൊ ഞാനാകുന്നു, ഞാനൊരു ടീച്ചർ ആകുന്നു. എങ്ങനെ പറയാം? ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഞാനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വാക്കാകുന്നു എന്നുള്ളതിന് ഉപയോഗിച്ച ആ. ഓക്കെ അല്ലേ? ഞാനാകുന്നു എന്ന് പറയുന്നെങ്കിൽ ഐ ആം. അപ്പൊ ഐന്റെ കൂട്ടത്തിലാകുന്നു എന്ന് പറയണമെങ്കിൽ, എന്റെ കൂട്ടത്തിലാകുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? ആം ഉപയോഗിക്കും. അങ്ങനെയാണ് നിന്റെ കൂട്ടത്തിലോ? യു ആർ എ ടീച്ചർ. നീ ആകുന്നു, ഞാനാകുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ ആം ഉപയോഗിക്കും. നീ ആകുന്നു എന്ന് പറയണമെങ്കിൽ ആറ് ഉപയോഗിക്കും. യു ആർ എ ടീച്ചർ. യു എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരാളാകാം, അല്ലെങ്കിൽ ഒന്നിലധികമാകും അല്ലേ? നീ ഒരു ടീച്ചർ ആകുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് ആകുന്നു. യു ആർ ടീച്ചേഴ്സ്. അവിടെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കുറെ പേരുണ്ടെങ്കിൽ യു ആർ എ ടീച്ചർ എന്ന് പറഞ്ഞാൽ നീ ഒരു ടീച്ചർ ആകും. യു ആർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ട, നിങ്ങൾ ടീച്ചർമാരാകുന്നു. പക്ഷേ യു വരുമ്പോ ആകുന്നു എന്ന് പറയാൻ ഏതാ ഉപയോഗിക്കുന്നേ? ആ അല്ലെ? വി വരുമ്പോഴോ? വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ഒരാളാണോ? എന്റെ കൂട്ടത്തിൽ വേറെ ഒരാളോ ഒന്നിൽ കൂടുതൽ ആളോ എന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിലല്ലേ വി ഞങ്ങളുടെ പറയുള്ളൂ അല്ലെ? വി വരുമ്പോൾ ആകുന്നു എന്ന് പറയണെങ്കിൽ വി ആർ ടീച്ചേഴ്സ്. ഞങ്ങൾ അധ്യാപകർ ആകുന്നു. വി ആർ ടീച്ചേഴ്സ്. വി വന്നപ്പോ ആകുന്നു എന്ന് പറയണെങ്കിൽ ആർ ടീച്ചേഴ്സ്. ഓക്കെ. ഇനി ദേ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ദേ വരുമ്പോ എന്താ ആകുന്നു എന്ന് പറയണെങ്കിൽ ഏത് വാക്ക് ഉപയോഗിക്കുന്നത്? ദേ ആർ ടീച്ചേഴ്സ്. ഓക്കെ അല്ലേ? ഞാൻ ആകുന്നു എന്ന് പറയണെങ്കിൽ ഐ ആം. നീ ആകുന്നു എന്ന് പറയണെങ്കിൽ യു ആർ. ഞങ്ങളാകുന്നു എന്ന് പറയണെങ്കിൽ വി ആർ. അവരാകുന്നു എന്ന് പറയണെങ്കിൽ ദേ ആർ. അവനാകുന്നു എന്ന് പറയണെങ്കിലോ ഹി ആറാണോ? ഹി ആമാണോ? ഹി ഈസ്. കാരണം എന്താ? ഹി എന്ന് പറഞ്ഞാൽ ഒറ്റയാളേ ഉള്ളൂ, അതുകൊണ്ട് ആമ പറയില്ല. ആമ എപ്പോഴാ പറയുന്നത്? ആകുന്നു എന്ന് പറയണെങ്കിൽ ഐന്റെ കൂട്ടത്തിൽ. ആറ് പറയോ? ആറ് ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ആറ് പറയുള്ളൂ. ഹി എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ആ ഹീന്റെ കൂട്ടത്തിൽ ആകുന്നു എന്ന് പറയണെങ്കിൽ ഈസ് ഉപയോഗിക്കുള്ളൂ. ഹി ഈസ് എ ടീച്ചർ. ഷീ ആണെങ്കിലോ? ഷീ ഈസ് എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ. ഷീ എന്ന് പറഞ്ഞാലും ഒരാളേ ഉള്ളൂ അല്ലേ? ഇറ്റ് ഈസ് ഇറ്റ്സ് എ ന്യൂ കാർ. ഇതൊരു പുതിയ കാറ് ആകുന്നു. ഇറ്റ് വന്നപ്പോഴും, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ? അപ്പോഴും എന്താ നമ്മൾ ഉപയോഗിച്ചേ? ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ അല്ലെ? അപ്പോഴും നമ്മള് എന്തുപയോഗിച്ചു? ഈസ് എ ആകുന്നു എന്ന് പറയാൻ ഈസ് ആകുന്നു 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 അതറിയാലോ. അപ്പൊ ആകുന്നു പഠിച്ചു. ഞാന് സ്കൂളിൽ പഠിച്ചപ്പോ ഞാനാ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. സ്റ്റുഡന്റ് ആണ് അല്ലേ? ഐ ആം എ സ്റ്റുഡന്റ് അല്ലേ? ഐ ആം, ഇല്ലെങ്കിൽ ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു അധ്യാപകനാണെന്ന് വെച്ചോ. കുറെ കഴിയുമ്പോൾ ടീച്ചറിന്റെ ജോലി കഴിഞ്ഞു. അപ്പൊ ഞാനൊരു ടീച്ചറാണെന്ന് പറയുമോ? അപ്പൊ പഠിപ്പിക്കുന്നൊന്നുമില്ല. അപ്പൊ ഞാനൊരു ടീച്ചർ ആയിരുന്നു. അപ്പൊ എങ്ങനെ പറയും? ആകുന്നു എന്ന് പകരം ആയിരുന്നു നമ്മൾ പറയണ്ടേ? അപ്പൊ ആദ്യം ഇപ്പം നിലവിലുള്ളതാണെങ്കിൽ ആകുന്നു, അത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആകുന്നു പകരം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ആയിരുന്നു. ഇവിടെ ആകുന്നു എന്ന് പറയാൻ വേണ്ടിട്ട് ഈസു ആറു ആമാണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷെ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്നറിയാവോ? വാസും വേറും. ഐ ആം എ ടീച്ചർ എന്നുള്ളതിന് അപ്പൊ നമുക്ക് അതിനകത്ത് ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആകുന്നു. അപ്പൊ ഞാനൊരു ടീച്ചർ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ വാസ്
എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആയിരുന്നു. നീ ഒരു ടീച്ചർ ആയിരുന്നു. എങ്ങനെ പറയും? യു വാസ് പറയില്ല. യു എന്ന് പറഞ്ഞാല് ഒന്നിലധികം ആൾക്കാരായിട്ട് കണക്കാക്കിയിട്ട് യു വേ എ ടീച്ചർ. നീ ഒരു ടീച്ചർ ആയിരുന്നു. യു വേ എ ടീച്ചർ. വി ആണെങ്കിലോ വി വാസ് പറയോ? വി എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാലൊക്കെ ബഹുവചനമായിട്ട് കൂട്ടുള്ളൂ. ഒന്നിലധികം ആൾക്കാർ. യു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാളുള്ളെങ്കിലും യുവിനെ നമ്മള് ബഹുവചനത്തിന്റെ കൂട്ടത്തില് എടുത്തോളൂ. ഓക്കെ. വിയോ വി എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൾക്കാരുണ്ട്. അപ്പൊ വിന്റെ കൂട്ടത്തിൽ ആയിരുന്നു എന്ന് പറയണെങ്കിൽ വി വാസ് ആണോ? വി വേ ടീച്ചേഴ്സ്. ടീച്ചേഴ്സ്. ഞങ്ങള് അധ്യാപകർ ആയിരുന്നു. ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു എന്ന് എങ്ങനെ പറയാം? ഞങ്ങൾ സ്റ്റുഡൻസ് ആകുന്നു എന്ന് എങ്ങനെ പറയാം? വി ആർ. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഞങ്ങൾ സ്റ്റുഡൻസ് ആകുന്നു. വി ആർ സ്റ്റുഡൻസ്. പക്ഷെ ഞങ്ങൾ സ്റ്റുഡന്റ് ഒക്കെ കഴിഞ്ഞു ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോ ഇപ്പൊ സ്റ്റുഡന്റ് ആകുന്നു എന്ന് പറയില്ലല്ലോ. അതിന് പകരം ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു. വി വേ സ്റ്റുഡൻസ്. ആയിരുന്നു അർത്ഥം മാറി. ഓക്കെ. വി വേ സ്റ്റുഡൻസ്. ഡേ ആണെങ്കിലോ ഡേ എന്ന് പറഞ്ഞ ഒരാളാണോ? ഒന്നിലധികം ആളുണ്ട്. അതുകൊണ്ട് വാസാണോ വേറാണോ? സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവരിപ്പോ ടീച്ചറാണോ? അല്ല. ദേ ആർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് അവര് ടീച്ചേഴ്സ് ആകുന്നു. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് അവര് ടീച്ചേഴ്സ് മുമ്പ് ടീച്ചേഴ്സ് ആയിരുന്നു. ഇനി ഹി ആണെങ്കിലോ ഹി വേറാണോ? ഹി വേറാണോ വാസാണോ? ഹി വാസ് എ ടീച്ചർ. ഹി വാസ് എ ടീച്ചർ. അവനൊരു അദ്ദേഹം ഒരു ടീച്ചർ അധ്യാപകൻ ആയിരുന്നു അല്ലെ. ഷീ ആണെങ്കിലോ ഷീ വാസ വേറെ വേണ്ട. ഷി വാസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവള് ഒരു ടീച്ചർ ആയിരുന്നു. രാമു ഒരു ടീച്ചർ ആയിരുന്നു എന്ന് എങ്ങനെ പറയും? രാമു വാസ് എ ടീച്ചർ. ഇത് മനസ്സിലായോ? ആകുന്നു മൂന്ന് വാക്കുകൾ നമ്മൾ പറഞ്ഞു. ഈസ് ആറ് ആണ്. ആയിരുന്നു എന്നുള്ളത് വാസ് വേറെ. ഞാനൊരു ഡോക്ടർ ആയിരുന്നു എന്ന് എങ്ങനെ പറയാം? അയാളൊരു കുട്ടിയായിരുന്നു. അയാളൊരു അധ്യാപകനായിരുന്നു. ടീച്ചർ. അയാളൊരു കർഷകനായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ആയിരുന്നു എന്ന് പഠിച്ചു. ഈ രണ്ട് വാക്കുകൾ ഇത് പഠിച്ചില്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചേ? വേറെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നില്ലേ? ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഉണ്ടെന്ന് പറയുന്ന ഏത് വാക്കാ? എനിക്കൊരു കാർ ഉണ്ട്. ഐ ഹാവ് ഉണ്ട് എന്ന് പറയാൻ ഞാൻ വന്നപ്പോ എനിക്കുണ്ട് എന്ന് പറയണെങ്കിൽ ഹാവ്. എനിക്കുണ്ടെന്ന് പറയണെങ്കിൽ ഹാവ്. ഐ ഹാവ് എ കാർ. നിനക്കുണ്ടെന്ന് പറയണെങ്കിലോ യു ഹാവ് ആണോ ഹാസ് ആണോ? യു ഹാവ് എ കാർ. അപ്പൊ എനിക്കുണ്ടെന്ന് പറയാനും നിനക്കുണ്ടെന്ന് പറയാനും എന്താ ഉപയോഗിക്കുന്നത്? ഹാവ്. ഞങ്ങൾക്കുണ്ടെന്ന് പറയണെങ്കിലോ വി ഹാസ് എ കാർ ആണോ? വി ഹാവ് എ കാർ. വി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പേരുള്ളപ്പോഴും ഐന്റെ കൂട്ടത്തിലോ യുവിന്റെ കൂട്ടത്തിലോ വിന്റെ കൂട്ടത്തിലോ ഉണ്ട് എന്ന് പറയാൻ വി ഹാവ് എ കാർ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്കുണ്ടെന്ന് പറയണെങ്കിലോ ഹാവ് ഹാസ് ആണോ? അവർക്കൊരു കാർ. അപ്പൊ എനിക്കുണ്ട് എന്ന് പറയണെങ്കിൽ ഐ ഹാവ്.
നിനക്കുണ്ട് എന്ന് പറയണമെങ്കിൽ ഐ ഹാവ്. ഞങ്ങൾക്കുണ്ട് എന്ന് പറയണമെങ്കിൽ വി ഹാവ്. അവർക്കുണ്ടെന്ന് പറയണമെങ്കിൽ ദേ ഹാവ് എ കാർ. പക്ഷേ അവനുണ്ട്, അവൻ ഹി ഹാവോ ഹാസോ. ഹി എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ഹി ഹാസ് എ കാർ. അവനൊരു കാറ് ഉണ്ട്. അവനൊരു ഹി ഹാവ് എ കാർ എന്ന് പറയുമോ? ഇല്ല. കാരണം എന്താ? അവൻ എന്ന് പറഞ്ഞാല് ഒരൊറ്റ ആളേ ഉള്ളൂ. ദേ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ഒന്നിലധികം പേരുണ്ട്, അതുകൊണ്ട് ഹാവ്. വി എന്ന് പറഞ്ഞാലോ ഒന്നിലധികം ആൾക്കാരുണ്ട്. ഒന്നിലധികം ഉള്ളതിന് നമ്മൾ പറയുന്നത് പ്ലൂറൽ അല്ലേ? ഹാവ് പറഞ്ഞു. യു എന്ന് പറഞ്ഞാലോ യു ഒന്നോ ഒന്നിലധികം വരും, പക്ഷെ യുവിന്റെ കൂട്ടത്തിലുണ്ട് എന്ന് പറയണമെങ്കിൽ ഹാവേ ഉപയോഗിക്കും. ഐ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, പക്ഷെ ഐന്റെ കൂട്ടത്തിലും ഉണ്ട്. എനിക്കുണ്ട് എന്ന് പറയണമെങ്കിൽ ഹാസ് പറ്റില്ല, ഹാവ് തന്നെ ഉപയോഗിക്കൂ. ഓക്കെ. ഷീ. അപ്പൊ ഷീ പറഞ്ഞില്ലോ. ഷീ അവൾക്കൊരു കാറുണ്ട്. വേഗം പറ. ഷീ ഹാസ് എ കാർ. അവൾക്കൊരു കാറുണ്ട്. ഓക്കെ അല്ലേ? ജാൻസി. ജാൻസിക്ക് ഒരു കാറുണ്ട്. ഹാസോ ഹാസ് എ കാർ. കാരണം എന്താ? ജാൻസി എന്ന് പറഞ്ഞാൽ ഒറ്റ ആളേ ഉള്ളൂ, സിംഗിൾ ആണ്, സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസ് എ കാർ. ഇപ്പൊ ഉണ്ട് എനിക്ക് കാറുണ്ട് അല്ലേ? അപ്പൊ എന്റെ കാർ കൊടുത്തു. അപ്പൊ കാറുണ്ട് പിന്നെ പറയോ? കാറുണ്ടെന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്റെ കാർ കൊടുത്തു കഴിഞ്ഞാല് എനിക്കൊരു കാറ് ഉണ്ട് എന്ന് പറയുന്നതിന് പകരം ഉണ്ടായിരുന്നു എന്ന് പറയണ്ടേ? എനിക്കൊരു കാറ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വാക്കാണ് ഉണ്ട്. ഉണ്ടെന്ന് പറയാൻ ഹാവും ഹാസും. ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഹാഡ്. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. എങ്ങനെ പറയാം? ഐ ഹാഡ് എ കാർ. ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മള് അതിന്റെ കൂട്ടത്തില് ഹാഡ് ഉപയോഗിച്ചു. ഉണ്ടായിരുന്നു അല്ലേ? നിനക്കൊരു കാർ ഉണ്ടായിരുന്നു. യു ഹാഡ് എ കാർ. നിനക്കൊരു കാർ ഉണ്ടായിരുന്നു. നിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ ഹാഡ്. ഓക്കെ. ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറയണെങ്കിലോ വി ഹാവ് ഹാസ് ഹാഡ്. ഏതാ? വി ഹാഡ് എ കാർ. അവർക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയണെങ്കിലോ ദേ ഹാഡ് എ കാർ. അവനൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയണെങ്കിലോ ഹി ഹാഡ് എ കാർ. ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ വേറെ വാക്കൊന്നുമില്ല. ഹാഡ് മാത്രമേ ഉള്ളൂ. മറ്റെടുത്ത പോലെ രണ്ട് വാക്കുണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നു. ഐന്റെ കൂട്ടത്തിലാണെങ്കിലും യുവിന്റെ കൂട്ടത്തിലാണെങ്കിലും ബിന്റെ കൂട്ടത്തിലാണെങ്കിലും ദേന്റെ കൂട്ടത്തിലാണെങ്കിലും ഹീന്റെ കൂട്ടത്തിലാണെങ്കിലും അതുപോലെ ഷീന്റെ കൂട്ടത്തിലാണെങ്കിലും ഷീ ഹാഡ് എ കാർ. അവൾക്കൊരു കാറ് ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നു. ആ വ്യത്യാസം മനസ്സിലായോ? ഉണ്ടെന്ന് പറഞ്ഞാല് നിലവിൽ പറയുന്ന സമയത്ത് ഉണ്ട്. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് അത് കഴിഞ്ഞു പോയി അല്ലേ? നേരത്തെ ഉണ്ടായിരുന്നു. അത് ഓർമ്മയിൽ ഇരിക്കണം. ഓക്കെ ആണോ? ഞാൻ ബാങ്കിൽ പോകുന്നു. അങ്ങനെ പറയാം. I go to bank. I go to bank. Go to the bank. I go to the bank. ഞങ്ങൾ ബാങ്കിൽ പോകുന്നു. We go to the bank. We go to the bank. ശരിയല്ല? I go to the bank. ഞാൻ ബാങ്കിൽ പോകുന്നു. We go to the. സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയാൻ ഇങ്ങനെ പറയാം അല്ലേ? I go to the bank. I go to school. അല്ലേ? സ്കൂളിൽ പോകുന്നു. I go to his house. അവന്റെ വീട്ടിൽ പോകുന്നു അല്ലേ? സിമ്പിൾ ആയിട്ട് പോകുന്നു. I go to sleep. I go to bed. ഞാൻ കിടക്കാൻ പോകുന്നു അല്ലേ? ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഈ രീതിയിൽ പറയാം. നിലവിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ? I go to bank. നീ ബാങ്കിൽ പോകുന്നു പറയണെങ്കിലോ you go to the bank. അവൻ ബാങ്കിൽ പോകുന്നു പറയണെങ്കിലോ അവൻ ബാങ്കിൽ പോകുന്നു പറയണെങ്കിലോ he go to the bank ആണോ? he ആവുമ്പോ ഒരാൾ മാത്രമേ ഉള്ളൂ. ഐ ആണെങ്കിൽ കുഴപ്പമില്ല. he go to the bank എന്ന് പറയില്ല, പകരം he
goes to the bank. അല്ലേ? കാരണം എന്താ? ഹി എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. പക്ഷെ ഐന്റെ കൂട്ടത്തിലാണെങ്കിൽ വേണ്ട. ഐക്ക് പ്രത്യേകതയുണ്ട് അല്ലേ? യുവും ബി ഒക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, ഒന്നിലധികം ആൾക്കാരുണ്ട് അല്ലെ, ബഹുവചനായിട്ടല്ലേ കൂട്ടുള്ളൂ. അപ്പൊ അവരെ കൂട്ടത്തിലൊക്കെ ഗോ 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 എന്ന് മതി. പക്ഷെ ഹീന്റെ കൂട്ടത്തിലാകുമ്പോ ഗോസ് ആണ്. ഈ ഗോസിൽ എന്താ ഉള്ളേ? ഗോസ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അല്ലേ? ഈ ഗോസ് ടു ദ ബാങ്ക് എന്ന് പറഞ്ഞാല് he does go to the bank. She ആണെങ്കിലോ? She goes to the bank. അല്ലേ? അതിലെന്തുണ്ട്? does go ഉണ്ട്. they ആണെങ്കിലോ? they അവര് ബാങ്കിൽ പോകുന്നു. they go ആണോ goes ആണോ? go to the bank. ഒത്തിരി സമയമായോ? കുറച്ച് പറ്റില്ലേ? they go to the bank. ഇതിലെന്തുണ്ട്? ഈ ഗോ എന്താ? do go. you go to the bank എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പഠിച്ചിരിക്കുന്നേ? ഈ ഗോ എന്ന് പറഞ്ഞാല് do go ആണ്. we go to the bank എന്ന് പറഞ്ഞാലോ അവിടെയും do go ആണ്. I go to the bank എന്ന് പറഞ്ഞാലോ അവിടെയും does ആണോ? do go അല്ലേ പഠിച്ചിരിക്കുന്നേ? ഒന്ന് നെഗറ്റീവ് ആക്കി പറഞ്ഞേ. ഐ ഗോ ടു ദ ബാങ്ക്. ഞാൻ ബാങ്കിൽ പോകുന്നു. നെഗറ്റീവ്. പോകുന്നു ചെയ്യുന്നു എടുക്കുന്നു എന്ന് പറഞ്ഞാല് അതെല്ലാം പോസിറ്റീവ് ആണ്. ഇല്ല അല്ല എന്ന് പറയുമ്പോഴാണ് നെഗറ്റീവ്. അപ്പൊ ഐ ഗോ ടു ദ ബാങ്കിന്റെ നെഗറ്റീവ് എന്തായിരുന്നു? ഐ ഡു നോട്ട്. ഇല്ലെങ്കിൽ ഐ ഡോണ്ട് ഗോ ടു ദ ബാങ്ക്. ഞാൻ ബാങ്കിൽ പോകുന്നില്ല. വി ഗോ ടു ദ ബാങ്ക് നെഗറ്റീവ് വി ഡു നോട്ട്. ഇല്ലേ ഡോണ്ട്. വി ഡു നോട്ടിനാണ് ഡോണ്ട് എന്ന് പറയുന്നത്. വി ഡോണ്ട് go to the bank. You go to the bank. You do not go to the bank. You do not go to the bank. He goes to the bank. He does not go to very the good, bank. very good. But അവിടെ do not അല്ല, he does not. കാരണം he എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. രാജൻ ആണെങ്കിലോ രാജൻ do not ആണോ does not ആണോ? Does not go to the bank. Go to the bank. She She goes to the bank എന്ന് പറഞ്ഞാല് she does not go to the bank. They go to the bank എന്ന് പറഞ്ഞാലോ They do not go to they do not go to the bank. അവ നെഗറ്റീവ് സെന്റൻസ് ആയി. പിന്നെ they go to the bank. അവര് ബാങ്കിൽ പോകുന്നു. അത് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കണം. അവര് ബാങ്കിൽ പോകുന്നോ എന്ന് ചോദിക്കണം. അവര് ബാങ്കിൽ പോകുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? ഇതിനകത്ത് എന്താ ഒളിഞ്ഞിരിക്കുന്നേ? ഈ ഗോയിൽ എന്താ ഒളിഞ്ഞിരിക്കുന്നേ? ഡു ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഡൂന്റെ ഡി ക്യാപിറ്റലായി. ഡു ദേ ഗോ ടു ദ ബാങ്ക്. എന്റെ അർത്ഥം എന്താ? ഡു ദേ ഗോ ടു ദ. അവര് ബാങ്കിൽ പോകുന്നോ? അവര് ബാങ്കിൽ പോകുന്നോ? അതിന്റെ ഉത്തരം എന്തായിരിക്കും? ഉത്തരം സിമ്പിൾ ആയിട്ട് നമുക്ക് പറയത്തില്ലേ? ഡു ദേ ഗോ ടു ദ ബാങ്ക് എന്ന് ചോദിച്ചാല് യെസ്, അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ മതി. അവർ പോകുന്നോ എന്ന് ചോദിച്ചാല് ആ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ പറഞ്ഞാൽ പോരെ. ഡു ദേ ഗോ ടു ബാങ്ക് എന്ന് പറഞ്ഞാല് ആൻസർ എങ്ങനെയായിരിക്കാം? യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതി. അവര് ബാങ്കിൽ പോകുന്നോ? ഷീ ഗോസ് ടു ദ ബാങ്ക്. അത് നമുക്ക് ചോദ്യമാക്കാം. അവള് ബാങ്കിൽ പോകുന്നോ എങ്ങനെ ചോദിക്കാം? Does she go to the bank? അല്ലേ? He goes to the bank. He goes to the bank. Does he go to the bank? Does do ആണോ? Does he go to the bank? അല്ലേ? You go to the bank. Do you go to bank? Do you Go to the bank. do you Go to the bank. go to the bank? അല്ലേ? We go to the bank. Do we go to the Do bank? we go to the bank? I go to the bank. Do I go to bank? Do I Go to the go to the bank? മനസ്സിലായില്ലേ? ഇതെല്ലാം പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ ക്വസ്റ്റ്യൻസിന് നമുക്ക് നെഗറ്റീവ് രൂപത്തിൽ ചോദിക്കാം. പോകുന്നോ എന്ന് ചോദിക്കുന്നതിന് പകരം പോകുന്നില്ലേ, പോകുന്നല്ലേ, ഇല്ലേ അല്ലേ എന്നുള്ള രൂപത്തിലും ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? They go to the bank. They go to the bank എന്ന് പറഞ്ഞാൽ അവര് ബാങ്കിൽ പോകുന്നു. നമ്മൾ ആദ്യം എങ്ങനെ ചോദിച്ചേ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു.
ബാങ്കിൽ പോകുന്നോ? അതിന് പകരം അവര് ബാങ്കിൽ പോകുന്ന ഇല്ലേ നമുക്ക് ചോദിക്കത്തില്ലേ? അപ്പോ ഡൂവിന് പകരം ഡൂവിന്റെ നെഗറ്റീവായ ഡോണ്ട് ഉപയോഗിച്ചാൽ ഡോണ്ട് ദേ ഗോ ടു ദ ബാങ്ക്. അവര് ബാങ്കിൽ പോകുന്നോ എന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ചോദിക്കത്തില്ലേ? നിങ്ങൾ സ്കൂളിൽ പോകുന്നോ? നിങ്ങൾ സ്കൂളിൽ പോകുന്നോ അങ്ങനെ ചോദിക്കും. നിങ്ങൾ സ്കൂളിൽ പോകുന്നോ? നെഗറ്റീവ് അല്ല, പോകുന്നോ പോകുന്നില്ലേന്നല്ല. ഡു യു ഗോ ടു സ്കൂൾ? നിങ്ങൾ സ്കൂളിൽ പോകുന്നോ? നിങ്ങൾ സ്കൂളിൽ പോകുന്നില്ലേ? ഡോണ്ട് യു. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ സ്കൂളിൽ പോകുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു ഗോ ടു സ്കൂൾ. രണ്ട് രീതി ചോദിക്കാം. നെഗറ്റീവായിട്ട് ഇല്ലേ എന്നുള്ള രൂപത്തിലും ചോദിക്കാം. നിങ്ങൾ സ്കൂളിൽ പോകുന്നത് ഇല്ലേ? അപ്പോ ഡൂവിന് പകരം ഡോണ്ട്. ഡോണ്ട് യു ഗോ ടു സ്ലീപ്. നിങ്ങൾ ഉറങ്ങുന്നോ? ഡു യു സ്ലീപ്. നിങ്ങൾ ഉറങ്ങുന്നില്ലേ? ഡോണ്ട് യു. അപ്പൊ മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഡു യു സ്ലീപ്പും ഡോണ്ട് യു സ്ലീപ്പും. സ്റ്റോപ്പായോ? ഡോണ്ട് യു സ്ലീപ്പ്. ഓക്കെ, എന്നാ ഇത്ര മതി അല്ലേ? കുറേ ആയില്ലേ?